മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാജ്മോഹൻ ഉണ്ണിത്താനൻ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ട് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കും. നിങ്ങൾ കേട്ടു. ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗിന് ഇടപെടാൻ എന്താ അവകാശം? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എം പിയാണ്. ഞാൻ കാസർകോട്ടെ എം പിയാണ്. സുധാകരൻ കണ്ണൂർ എം പിയാണ്. ഷാഫി പറമ്പിൽ വടകര എം പിയാണ്. ശ്രീ അനിൽകുമാർ വണ്ടൂർ MLA ആണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളത്? കാരണം ലീഗ് UDFന്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അവർക്കത് പറയാം, രഹസ്യമായും പറയാം, പരസ്യമായി പറയാം. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? KPCC വൈസ് പ്രസിഡന്റ് മാത്യു കുഴൽനാടൻ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു, ലീഗ് ആരാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ, അവരെന്തിനാണ് ഇടപെടുന്നത് എന്ന തരത്തിൽ വലിയൊരു പ്രഖ്യാപനം അങ്ങ് നടത്തി. അത് കേട്ട് കുരുപൊട്ടിയ അല്പനാണ് മാത്യു കുഴൽനാടൻ എന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ചു പറയുന്നത്. KPCC വൈസ് പ്രസിഡന്റിന് പോലും മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിന്റെ നിലപാട് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം. ഈ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകളാണ് രാജ്യത്തുടനീളം കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ ആവാൻ കാരണം എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിലെ ഏതൊക്കെ വകുപ്പിൽ ആരൊക്കെ മന്ത്രിമാരായിട്ട് വരണമെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ കോൺഗ്രസ് പ്രവർത്തകരോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ് ഒരു തരത്തിലും മുസ്ലിം ലീഗിലെ വകുപ്പുകളിൽ ആരൊക്കെ മന്ത്രിയായിട്ട് വരണമെന്ന് ഒരു സമയത്തും പറയാറില്ല. പിന്നെ എങ്ങനെയാ മുസ്ലിം ലീഗ് കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാവണം, ആര് മന്ത്രിയാവണം എന്നൊക്കെ പറയുന്നത്? മന്ത്രിയാവണം എന്നൊക്കെ പറയുന്നതിൽ വെറും പറച്ചിൽ മാത്രമാണോ? മുസ്ലിം ലീഗ് ഞെട്ടിച്ചിട്ടല്ലേ മാത്യു കുഴൽനാടൻ ഗതി കെട്ടിട്ട് പറയുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന്? അപ്പോഴേക്ക് ഉണ്ണിത്താന്റെ മാതിരിയുള്ള ഒരുപാട് മുസ്ലിം ലീഗിന്റെ അടിമ കണ്ണുകള് കോൺഗ്രസിനുണ്ട്. മുസ്ലിം ലീഗ് സ്വിച്ച് ഇട്ടാൽ, മുസ്ലിം ലീഗ് ഒരു വര വരച്ചാൽ ആ വരയിലൂടെ മാത്രം പോകുന്ന ഉണ്ണിത്താനെ പോലുള്ള നിരവധി ആളുകളുണ്ട്. ഇതുകൊണ്ടാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണാവാൻ പോകുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയ. ഒരു KPCC വൈസ് പ്രസിഡന്റിന് കോൺഗ്രസിന്റെ നിലപാട് പറയാൻ സാധിക്കാത്തൊരവസ്ഥ വെറുതെയാണോ? വിവേകമുള്ള മലയാളികൾ ഒരേ സ്വരത്തിൽ പറയുന്നത് കേരളത്തിൽ UDF അധികാരത്തിലേക്ക് എത്തിയാൽ അത് നിയന്ത്രിക്കുക മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗാണ് ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത്. മുസ്ലിം ലീഗ് ഈ പറയുന്ന ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഇനി അവർ ഡൽഹിയിലെത്തി കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുമെന്ന മുസ്ലിം ലീഗ് പറഞ്ഞത്. അതായത് വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിനെ ഞെട്ടിക്കുക. ഈ ഞെട്ടിച്ചത് കേട്ടിട്ടല്ലേ മാത്യു കുഴൽനാടൻ വളരെ വ്യക്തമായിട്ട് എടുത്തങ്ങ് പറയുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഈ പറയുന്ന മുസ്ലിം ലീഗ് ആരായത് ഒരാളെങ്കിലും അങ്ങനെ ചോദിച്ചല്ലോ. ഇനി മാത്യു കുഴൽനാടന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഉണ്ണിത്താനൊക്കെ ഒരു പരാജയല്ലേ? ഇങ്ങനെയും അടിമപ്പണിയൊക്കെ എടുത്തിട്ട് ഒരു MP സ്ഥാനൊക്കെ ഉറപ്പിക്കാൻ യാതൊരു ഉളുപ്പും തോന്നില്ലേ? ഇങ്ങനെയും അടിമക്കണ്ണായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ഉളുപ്പും തോന്നുന്നില്ലേ? കേരളത്തിന്റെ പൊതുസമൂഹം UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനൊക്കെ മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗ് സകലതും നിയന്ത്രിക്കാനാണോ ഈ UDFനെ ജനങ്ങൾ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങ് അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്? ഈ മുസ്ലിം ലീഗിന് കോൺഗ്രസിനോട് എത്രത്തോളം ഐക്യമൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. ഒന്ന് തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ പോരെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് ചാടി വീണ് TVKയുടെ വിജയുടെ ഒപ്പം പോയി. എന്നിട്ട് മുസ്ലിം ലീഗ് ഒപ്പം പോയോ? പോയിട്ടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചർച്ച വരുന്നുണ്ട്, മുസ്ലിം ലീഗ് വിജയ്ക്കൊപ്പമല്ലേ? പോകുന്നു, പോവില്ല. കോൺഗ്രസ് പോയിട്ട് ദിവസങ്ങളായി. ഇതുവരെ മുസ്ലിം ലീഗ് പോവില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇനി പോവുകയാണെങ്കിൽ പോയോ? സകലരും തിരിച്ചറിയോ? കോൺഗ്രസ് പോകുന്നത് പോലെ അങ്ങ് വരില്ല.
ഇത്രയൊക്കെ മുസ്ലിം ലീഗിന് കോൺഗ്രസ് ഉള്ളൂ. ഇതൊക്കെ എന്താ കോൺഗ്രസിന്റെ ഇതുപോലെയാണ്. ഇപ്പോ ആസാമിലെ റിസൾട്ട്, ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലെ റിസൾട്ട്, ഈ പറയുന്ന കോൺഗ്രസ് അടക്കി ഭരിച്ച സ്ഥലങ്ങൾ ആസാമിൽ 19 MLA വിജയിച്ചു വന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും പ്രീണനം നടത്തിയിട്ടുള്ള വിജയ. ആ പ്രീണനം നടത്തിയിട്ടാണ് 19ലേക്ക് ഈ ആസാമിലൊക്കെ കോൺഗ്രസ് ഒതുങ്ങിപ്പോയത്. ആ പ്രീണനം നടത്തുമ്പോൾ ആ പ്രീണനക്കാർക്ക് വേണ്ടി മാത്രമേ കോൺഗ്രസ് നിലകൊള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആസാമിലൊക്കെ കോൺഗ്രസിനെ എടുക്കാനില്ല. വെറും 19 സീറ്റ് ഉണ്ണിത്താനെ പോലെ പ്രീണനം നടത്തി ആസാമിലൊന്നും ഇപ്പൊ കോൺഗ്രസ് ഇല്ല. ബംഗാളിൽ എന്താ അവസ്ഥ? ബംഗാളിലും ഇത് തന്നെയാ അവസ്ഥ. വിജയിച്ചിട്ടുള്ള ആളുകളെ പേര് വേണമെന്ന് പരിശോധിച്ച് നോക്കുക. ഓരോ ആളുകൾക്കോ പ്രീണനം നടത്തി ബംഗാളിലേക്കൊക്കെ ഒതുങ്ങിയിട്ട് പ്രീണനക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ പ്രീണിപ്പിച്ച് പൊതുസമൂഹം എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ബംഗാളിലോ ഈ പറയുന്ന ആസാമിൽ. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്തൊക്കെ ഉണ്ണിത്താനെ പോലെയുള്ള ലീഡേഴ്സ് താങ്ങി പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുമ്പേ ജനം തിരിച്ചറിയാ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് കുറച്ചൊന്നുമല്ല. ഇവരിങ്ങനെ ഉണ്ണിത്താനൊക്കെ താങ്ങിക്കൊടുത്ത് അടിമപ്പണിയെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. എന്ത് കേരളത്തിലൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വെറുതെ അല്ല സകലതും മുസ്ലിം ലീഗൊക്കെ ചോദിച്ചിങ്ങനെ രംഗത്തെത്തുന്നത്. ഈ ഉണ്ണിത്താനെ പോലെയുള്ള നിരവധി അടിമകളുണ്ടല്ലോ. എന്ത് ചോദിച്ച ഒരു മത പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. ആ മത പാർട്ടിക്ക് വേണ്ടി ഈ ജാതി താങ്ങിക്കൊടുക്കലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തില് കുറച്ച് വോട്ട് കിട്ടണമെങ്കിൽ ഇവരെ താങ്ങണമെന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ മതേതര കേരളം എത്തിയോ? എത്ര പരാജയമാണത്. കേരളത്തിന്റെ പൊതുസമൂഹം ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യണം. വലിയ രീതിയിൽ ഒരു മതപാർട്ടിക്ക് താങ്ങിക്കൊടുത്താൽ ഇവിടെ ലീഡേഴ്സിന് ജനപ്രതിനിധിയാവാം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാ ഈ ജാതി അടിമപ്പണി എടുക്കുന്നത്. ഇതിനൊക്കെ കേരള പൊതുസമൂഹം വളരെ പെട്ടെന്ന് തന്നെ ചുട്ട മറുപടി കൊടുക്കണം. ഒരു മതപാർട്ടിയൊന്നും വിജയിച്ച് കേരളത്തിൽ വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതിന് എന്ത് പറഞ്ഞാലും അവരിനി എന്ത് മതേതര കുപ്പായം കള്ളക്കുപ്പായം അണിഞ്ഞാലും അവർ മതപാർട്ടിയാണ്. ആ മതപാർട്ടിക്ക് വേണ്ടി യജാതി അടിമപ്പണിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KPCCയുടെ ഉപാധ്യക്ഷൻ KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മാത്യു കോയൽനാടന് ലീഗിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാമെന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ ജാതി അടിമപ്പണിയൊക്കെ ആയിട്ട് ഉണ്ണിത്താനൊക്കെ ചാടി വീഴുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം അപകടത്തിൽ തന്നെയാണ്. കേരളത്തില് ഈ മതപാർട്ടിയൊക്കെ പിന്തുണക്കുന്ന ആളുകൾ എണ്ണം കൂടുന്നത് കേരളത്തിന് അപകടം തന്നെ, ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഒരു കാര്യം എടുത്തങ്ങ് പറയാം, ആസാമിലും ബംഗാളിലൊക്കെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെ ആയിട്ടുണ്ടെങ്കിൽ പ്രബുദ്ധ ജനതയുള്ള കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന മതപാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനെയും UDF-നെയും വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ജനമെടുത്ത് ആറ്റിലെറിയും. LDF-നെ എടുത്ത് കുപ്പയിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ UDF-നെയും എടുത്തെറിയും എന്നുള്ളതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. കോൺഗ്രസിൻ്റെതും മതപാർട്ടിയുടേതൊക്കെ അല്ലേ യഥാർത്ഥത്തിൽ തീരുമാനിച്ച് മുന്നോട്ട് പോവേണ്ടത്. ഏതായാലും ഉണ്ണിത്താനെ പോലെയുള്ള അടിമകളാണ് കോൺഗ്രസിന്റെ ശാപം എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ.